100 വർഷം പിന്നിട്ട് മറ്റ് സംഘടനകൾ വിവാദത്തിൽ തളരുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം ലക്ഷ്യത്തിൽ മുന്നേറുകയാണെന്ന് RSS ക്ഷേത്രകാര്യകാരി അംഗം PR ശശിധരൻ. കൊച്ചിയിൽ കുരുക്ഷേത്ര പ്രകാശന്റെ അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട് അമ്മയാണെന്നും ഇത് ഭാരതാംബയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുസ്തക പ്രകാശനവും പ്രഭാഷണവും നടത്തി. മുതിർന്ന അഭിഭാഷകൻ രാംകുമാർ ആദ്യ പ്രതി സ്വീകരിച്ചു. അടിയന്തരാവസ്ഥ പോരാളികളെ ചടങ്ങിൽ ആദരിച്ചു. കുരുക്ഷേത്ര പ്രകാശൻ MD കാഭ സുരേന്ദ്രൻ, അടിയന്തരാവസ്ഥ വിക്ടിംസ് അസോസിയേഷൻ സംസ്ഥാന കാര്യദർശി R മോഹനൻ, കുരുക്ഷേത്ര പ്രകാശൻ ഡയറക്ടർ KR ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് NR സാജ് എന്നിവർ പങ്കെടുത്തു. ഭരണഘടന പൊക്കിപ്പിടിച്ച ആൾക്കാർ, അന്ന് നിരണ്ടയെ പോലെയുള്ള ആൾക്കാർ ഒരു മനുഷ്യനെ വെടിവെച്ച് കൊന്നാൽ, ഒരു സാധാരണ പൗരനെ വെടിവെച്ച് കൊന്നാൽ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് പറഞ്ഞാകാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ സാധാരണക്കാരായ വ്യക്തികൾ, ഹരിയേട്ടൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തു എന്ന ചോദ്യത്തിന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഉത്തരം, 1978 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആന്ധ്രയിൽ വലിയ കടൽക്ഷോഭം ഉണ്ടായി. ആ കടൽക്ഷോഭത്തിലെ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മറ്റെല്ലാ പ്രാണികളും ചത്തൊടുങ്ങി. എല്ലാവരുടെയും ശവശരീരം ശേഖരിച്ചുകൊണ്ട് ശവസേന ഉണ്ടാക്കിയ RSS എന്ന് പത്രക്കാർ എഴുതി. ആ സമയത്താണ് ഒരു സർവോദയ നേതാവ് RSSനെ വിശേഷിപ്പിച്ചത് റെഡി ഫോർ സെൽഫ്ലെസ് സർവീസ് എന്നാണ്. പത്രക്കാര് അന്നത്തെ സർസംഘചാലകായ ദേവർഷിയോട് ചോദിച്ചു, ഈ ശവങ്ങളൊക്കെ ഇങ്ങനെ അഴുകിയ ശവങ്ങൾ ശേഖരിച്ച് വേണ്ടവണ്ണം സംസ്കരിക്കാൻ എന്ത് പരിശീലനമാണ് നിങ്ങൾ സ്വയം സേവകർക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ദേവർഷി പറഞ്ഞു, ശവങ്ങൾ ദഹിപ്പിക്കാനുള്ള പരിശീലനം ഞങ്ങൾ കൊടുക്കാറില്ല, പക്ഷേ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ സ്വന്തമാണ്, ഈ നാട് നമ്മുടെ സ്വന്തമാണ് എന്നൊരു ഭാവന, എന്നൊരു കാര്യം നമ്മുടെ ശാഖയിൽ പറയാറുണ്ട് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ നാട് സ്വന്തമാണ്, ഈ നാട് അമ്മയാണ്, ഭാരതാംബയാണ്.